എറണാകുളം തൃക്കാക്കര മണ്ഡലങ്ങളിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ CPM. തൃക്കാക്കരയിൽ മുൻ MP സെബാസ്റ്റ്യൻ പോളിന്റെ മകൻ റോൺ സെബാസ്റ്റ്യനെയും എറണാകുളത്ത് PN സീനുലാലിന്റെ മകൻ സോഹൻ സീനുലാലിനെയുമാണ് പരിഗണിക്കുന്നത്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട്. പാർട്ടി അടിത്തറയുള്ളവരെ മത്സരിപ്പിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ലാൽകൃഷ്ണനാണ് ചേരുന്നത്. ലാൽ, ഈ തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഭിന്നതയും എതിർപ്പുമൊക്കെ പുറത്തേക്ക് വന്നതാണല്ലോ. ഇപ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ തർക്കം നിലനിൽക്കുന്നത്? ലാൽ, ഉന്മേഷ്, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു ശക്തി കേന്ദ്രമല്ല എന്നുള്ളതാണ് പൊതുവിലുണ്ടായിരുന്ന വിലയിരുത്തൽ. 14 സീറ്റുകൾ ഉണ്ടെങ്കിലും ഏകദേശം 5 സീറ്റിൽ മാത്രമാണ് CPM വ്യക്തമായ ഒരു കക്ഷിനില എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതിൽ തന്നെ വൈപ്പിൻ സീറ്റ് അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായ ധാരണ. അതിനെതിരെയാണ് ഒരു വിഭാഗം തന്നെ ഇന്നലെ രംഗത്തെത്തിയത്. അവർ പ്രകടമായി പറഞ്ഞത് 5 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. മറ്റു പ്രധാന ചർച്ചകൾ നടക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് നഗരഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കരയും എറണാകുളവുമാണ്. രണ്ടും CPM എത്തിപ്പിടിക്കാൻ കഴിയാതായിട്ട് കുറേ കാലങ്ങൾ തന്നെ ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന വേളയും ഒരു പൊതു സ്വതന്ത്രനെ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ പൊതു സ്വതന്ത്രൻ വേണ്ട എന്നൊരു നിലപാടാണ് ഒരു വിഭാഗം ആളുകൾ സെക്രട്ടേറിയറ്റിൽ എടുത്ത നിലപാട് എന്ന് പറയുന്നത് തന്നെ. പകരം പാർട്ടിയോട് കൂറുള്ള, പാർട്ടിയോട് വിശ്വസ്തതയുള്ള ആരെങ്കിലും ആ സീറ്റിൽ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തൃക്കാക്കര സീറ്റിലേക്ക് പ്രധാനമായിട്ടും CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന പേര് എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ പോളിന്റെ മകനായിട്ടുള്ള റോൺ സെബാസ്റ്റ്യന്റെ പേരാണ്. അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ കൂടിയാണ്. മാത്രമല്ല ഇടതുപക്ഷവുമായിട്ട് അധികമായി അടുപ്പം സൂക്ഷിക്കുന്ന ഒരു കുടുംബം കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സാമുദായിക സമവാക്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം അതിന് ഗുണം ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിക്ക് പകരം കൂടുതൽ വിശ്വസ്തനായ, കൂടുതൽ പാർട്ടിയോട് കൂറുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു ചർച്ചയിൽ ഭൂരിഭാഗം പേരും പറഞ്ഞ ഒരു നിലപാട് എന്ന് പറയുന്നത്. എറണാകുളം സീറ്റിനെ സംബന്ധിച്ചിടത്തോളം സിനുലാലിൻ്റെ മകനും ചലച്ചിത്ര പ്രവർത്തകനുമായ സോഹൻ സീനുലാലിൻ്റെ പേരാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്നത്. സിനുലാൽ 2009 എറണാകുളം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചതാണ്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ആളാണ്. 2009 മത്സരിച്ചെങ്കിലും അദ്ദേഹത്തിന് ഡൊമിനിക് പ്രസന്റേഷനോട് പരാജയപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ സിനുവിന് കൂടുതൽ സ്വാധീനമുണ്ട്. സിനുവിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സോഹനെ അവിടെ പരിഗണിക്കണം എന്നൊരു നിലപാടിലേക്കാണ് ഒരു വിഭാഗം പേർ പോയത്. എന്താണെങ്കിലും സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റിംഗ് സീറ്റിലല്ലാതെ ബാക്കി എല്ലാ സീറ്റിലും ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിനും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരുടെയും അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് അന്തിമ തീരുമാനം വരട്ടെ എന്നുള്ളതാണ് നിലവിലെ CPIM എറണാകുളം ജില്ലയെ സംബന്ധിച്ചുള്ള നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.